ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. മാരീശൻ മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ഫഹദ് ഫസിൽ അതുപോലെ തന്നെ വടിവേലു ഒന്നിച്ച് അഭിനയിക്കുന്ന പടമാണ്. മാമണ്ണൻ പടം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്കറിയാം ഗംഭീര പ്രകടനമായിരുന്നു, കിടിലം പടമായിരുന്നു. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചൊരു പടമായിരുന്നു. വടിവേലു നമ്മുടെ ഫഫ വില്ലൻ റോളിലായിരുന്നു. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പോസ്റ്റർ കണ്ടിട്ട് ഒരു ഫ്രണ്ട്ലി അല്ലേ, വടിവേലും അതുപോലെ തന്നെ നമ്മുടെ ഫഫയും ഭയങ്കര ഫ്രണ്ട്ലി രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്തൊരു നാടൻ ലുക്ക് കൂടെ തോന്നുന്നുണ്ട്. നമുക്ക് നേരത്തെ അറിയാം മലയാള സിനിമയിൽ നമ്മള് ഇന്ത്യൻ പ്രണയം അതിനകത്തൊക്കെ ഒരു നാടൻ ലുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫഹദ് ഫസീലിന്റെ. തമിഴ് സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന്, ഇച്ചിരി സ്റ്റൈലിഷും പിന്നെ ആ ഒരു പൊളിറ്റിക്സ് രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് അവർക്കൊരു പുതുമയായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് പുതുമയെന്നല്ല, മലയാളം പടങ്ങൾ ഫഹദ് ഫസീലിന്റെ ഒരുവിധം തമിഴ് ഓഡിയൻസ് കാണുന്ന പടങ്ങളാണ്. പക്ഷെ തമിഴ് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ആ ഒരു ടീസർ കണ്ടു നോക്കാം. പഴയ പാട്ട് ഇതിലാണ് ಓಹೋ ಜಗಮೇ ಆಡಿದುದೇ ಆಡಿದುದೇ ವಿಳಯಾಡಿದುದೇ ഇൻവനിലാവിനിലേ ഓഹോ ജഗമേ ആടിടുദേ ആടിടുദേ വിളയാടിടുദേ 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 ആടിടുദേ വിളയാടിടുദേ. ഈ ട്രെയിലറിനകത്ത് കണ്ടിട്ടും രണ്ടുപേരുടെയും ഗംഭീര പ്രകടനം. ഫഹദ് ഫസീൽ വില്ലനാണോ അതോ എങ്ങനെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇടയ്ക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്, ഇടയ്ക്ക് ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള രീതിയെ കാണിക്കുന്നുണ്ട്. എന്തായാലും സംഭവം രണ്ടുപേരുടെയും ഗംഭീര പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. വെച്ചാൽ ഈ ഒരു ടീസർ കട്ടിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മൊമെന്റ്സ് അവരുടെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പ്രകടനം ഇതിനകത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ എനിക്കൊന്നും ഇതൊരു ട്രാവൽ ആണെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ ഒരു ഇല്ലേ, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വേറൊരു മറ്റൊരിടത്തേക്ക് ഒരു ആ ഒരു ബൈക്കിനകത്ത് ഒരു യാത്രയാണ്. പിന്നെ അവരുടെ ഡ്രസ്സ് നോക്കിയാലും ഏകദേശം ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നടക്കുന്ന സംഭവമായിട്ടായിരിക്കാം. പിന്നെ ഇതിനകത്ത് ഫഹദ് വില്ലനാണോ എന്നൊക്കെയുള്ള എന്ന് വെച്ചാൽ അങ്ങനെ ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനിയും ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി അങ്ങനെ കട്ട്സുകൾ കൊണ്ട് വെച്ചതായിരിക്കാം. എന്തുവായാലും ഇതിന്റെ ട്രെയിലർ വന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഒരു ബിഗ് ബജറ്റ് മൂവിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതിനകത്ത്, ഇല്ലേ? ഒരു നാടൻ രീതി പടമായിട്ടാണ്. അപ്പം നമുക്കറിയത്തില്ല. ഇനിയിപ്പോ കൂടുതലും ട്രെയിലറിനകത്ത് നമുക്ക് വിശദീകരിച്ച് പറയേണ്ടി വരും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.